ഹലോ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. രാവിലെ തന്നെ നമ്മുടെ അമ്പുരു എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്പുരുവിനെ എടുത്ത് അവനെ മൂടൊക്കെ ഒന്ന് ചേഞ്ചാക്കി ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഐ ലവ് യു ഒക്കെ പറഞ്ഞ് അവനെ സെറ്റാക്കി എടുക്കട്ടോ എന്നിട്ട് ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെങ്കിലും ചെയ്യുള്ളൂ. ആ അമ്പുരു ആണെങ്കിലും ആദ്യമാണെങ്കിലും എണീറ്റ് വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് ഹാപ്പി മൂഡാക്കിയതിന് ശേഷം ഞാൻ വേറെ എൻ്റേതായ എന്ത് വർക്കുകളും ചെയ്യുള്ളൂ കേട്ടോ. ഇന്നലെ അമ്പുരു ചാർട്ട് ചെയ്ത പ്രകാരം ഇന്ന് പുട്ടും കടലയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അത് ആ കടല ഇന്ന് വറുത്തരച്ച് വെക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ കടല എങ്ങനെയാണ് എല്ലാവരും വെക്കുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അതാ കടലയിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും സബോളയും ഇഞ്ചിയും ചതച്ചിട്ട് ഇടും. ഉപ്പും കൂടി ഇട്ടിട്ട് അത് വേവിച്ച് വെക്കുകയാണ് ആദ്യം ചെയ്യുക. ഇതെല്ലാം റെഡിയാക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള അരപ്പ്, അതായത് അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ചെരുകി എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ പുട്ടിന് നനയ്ക്കണം. അപ്പോൾ നമുക്ക് ആ പണികളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊക്കെ അവിടെ ഇരുന്നിട്ട് വേവട്ടെ. എല്ലാം സെറ്റാക്കിയതാ ഞാൻ അടുപ്പത്ത് വെക്കുകയാണ്. അങ്ങനെ അത് അവിടെ ഇരുന്നിട്ട് വിസിലടിക്കട്ടെ. അപ്പോൾ നമുക്ക് പുട്ടിലേക്ക് വേണ്ട പൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പുട്ട് നനച്ച് വയ്ക്കാം. പുട്ട് നനച്ച് റെഡി ആകുമ്പോഴേക്കും നമ്മുടെ കടല വിസിൽ വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി പരിപാടി നോക്കാമല്ലോ. ഞങ്ങൾക്ക് 1 ഗ്ലാസ് പൊടി മതി കേട്ടോ പുട്ടിന്. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ റെഡിയാക്കി സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി പുട്ടിലേക്കുള്ള തേങ്ങയും അതുപോലെ തന്നെ നമുക്ക് കടലക്കറിക്കുള്ള ആ തേങ്ങയും ചെരുകിയെടുക്കാം. അങ്ങനെ പുട്ടും കുറ്റിയിൽ പുട്ടുപൊടിയൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് റെഡിയാക്കി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ തേങ്ങ വറുത്തരയ്ക്കാനുള്ള ആ ഒരു സംഭവം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും അതെല്ലാം നമുക്ക് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും. അങ്ങനെ അതെല്ലാം നന്നായ പച്ചമണമൊക്കെ പോകുന്നവരെ വറുത്ത് സിമ്മിലിട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിക്കിട്ടും. അങ്ങനെ അത് ആ ജാറിലേക്കൊക്കെ ഒഴിച്ച് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിള വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരികളാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനത്തെ കറികളാണെങ്കിലും ഒരു പ്രത്യേക ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഒരു സ്മെല്ലും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഞാൻ ഇട്ടിട്ട് കാച്ചിയെടുത്തു. അപ്പോൾ നമ്മുടെ പുട്ടും കടലക്കറിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവസാനം കുറച്ച് മല്ലിച്ചപ്പും കൂടെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്, കിടു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും വറുത്തരച്ച കടലക്കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബായ്.